അള്ളാഹുവിനോടുള്ള പ്രപഞ്ചനാഥനോടുള്ള കടപ്പാടിന്റെയും പ്രതിബദ്ധതയുടെയും ഇബാദത്തിന്റെയും ഭാഗമായിട്ടാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇത് ഏതെങ്കിലും വ്യക്തിക്ക് പേര് കിട്ടുവാനോ അവർ വലിയ ധർമ്മിഷ്ഠനാണെന്ന് പറയാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് പേരും പ്രശസ്തി ലഭിക്കുവാനോ ഏതെങ്കിലും ഒരു മതത്തിനോ ജാതിക്കോ വർഗത്തിനോ സമുദായത്തിനോ പ്രത്യേകമായ പേര് കിട്ടാനോ വേണ്ടിയല്ല. ഈ ഇഹലോകത്തും പരലോകത്തും വിജയം കിട്ടണം, സർവാധിനാഥന്റെ കാരുണ്യവും കരുണാകടാക്ഷവും ലഭിക്കണം. അതിനുവേണ്ടിയിട്ടാണ് ഇത്തരം ധർമ്മങ്ങൾ, ഇത്തരം വഖഫുകൾ, ഇത്തരം സ്വതക്കകൾ, ഇത്തരം ദാനധർമ്മങ്ങൾ നമ്മുടേതുപോലുള്ള നാടുകളിൽ ധാരാളമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. മതജാതി സംഘടനാ പക്ഷപാതിത്വങ്ങളില്ലാതെ ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കേണ്ടതുണ്ട്. ജനസേവന രംഗത്ത് പക്ഷപാതിത്വങ്ങൾക്ക് ഒരിടവുമില്ല. ജനസേവന രംഗത്ത് സങ്കുചിത മനസ്സുകൾക്ക് യാതൊരു സ്ഥാനവുമില്ല. ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ രംഗത്ത് സംഘടനാപരമായിട്ടുള്ള, മതപരമായിട്ടുള്ള, വംശീയമായിട്ടുള്ള, സാമുദായികമായിട്ടുള്ള, ജാതീയമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് ഒരിടവുമില്ല. അവിടെ മനുഷ്യരാണ്, മനുഷ്യന്റെ കഷ്ടപ്പാടുകൾ, നമ്മുടെ സഹോദരന്റെ കഷ്ടപ്പാടുകൾ, സഹോദരിയുടെ കഷ്ടപ്പാടുകൾ, അവരുടെ പ്രയാസങ്ങൾ, അവരുടെ വേദനകൾ സ്വന്തം വേദനയായിട്ട് അനുഭവിക്കുക. അവരുടെ പ്രയാസങ്ങൾ എന്റെ കൂടി പ്രയാസങ്ങളാണ് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെ പ്രയാസം അനുഭവിക്കുന്നവരുടെ, വേദനകൾ അനുഭവിക്കുന്നവരുടെ, പരീക്ഷണങ്ങളിലൂടെ കഴിഞ്ഞുകൂടുന്നവരുടെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ എന്റെ വിഭവങ്ങളിലും എന്റെ സമ്പാദ്യത്തിലും എന്റെ വരുമാനത്തിലും എന്റെ സമ്പത്തിലും അവകാശമുണ്ട് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നാട്ടിലെ നല്ല ധർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സുഹൃതവാന്മാരായിട്ടുള്ള ആളുകൾ ഈ സംഗതികൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്.